യം അഗ്നയേ നമഃ. എല്ലാവർക്കും ഈ ഒരു പുതിയ അറിവിലേക്ക് സ്വാഗതം. ഇന്നിവിടെ 2025 വർഷം രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 2025 രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെ കടന്നു പോകുമെന്നും അവരുടേതായ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നും അഗ്നി സിദ്ധാന്തം എന്തു പറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. രേവതി നക്ഷത്രം 12 രാശി ചക്രങ്ങളിൽ മീനം രാശിയിൽ കുടികൊള്ളുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം. 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രവുമാണ് രേവതി. ഈ രേവതി നക്ഷത്രം നമുക്ക് 4 പാദങ്ങളായിട്ട് തിരിച്ചാൽ, ഒന്നാമത്തെ പാദം 346 ഡിഗ്രി മുതൽ 350 ഡിഗ്രി വരെയുള്ള ഒന്നാമത്തെ പാദം. ഈ നക്ഷത്രപാദത്തിൽ പിറന്നവർക്ക് വളരെ ഉത്സാഹശീലികളായിരിക്കുമെന്നാണ്. ഇവരെല്ലാ കാര്യങ്ങളും നല്ല ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാനും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പൊതുവെ അവരുടെ സ്വഭാവം അങ്ങനെ ഒരു സ്വഭാവമായിരിക്കും. അതുപോലെ രണ്ടാം പാദം 350 ഡിഗ്രി മുതൽ 353 ഡിഗ്രി വരെ ഇവർ എല്ലാ കാര്യങ്ങളും പ്രായോഗികമായി ചെയ്തു നോക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി പറഞ്ഞാൽ അത് വിശ്വസിക്കില്ലായിരിക്കും. അവർ ആ കാര്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടായിരിക്കും അവർ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവ ഗുണം ഇവരിൽ കാണാം. മൂന്നാം പാദം 353 ഡിഗ്രി മുതൽ 356 ഡിഗ്രി വരെ ഈ നക്ഷത്രപാദത്തിൽ ജനിച്ച ആൾക്കാർ പൊതുവെ പരോപകാരികളായിരിക്കും. മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാനായിട്ട് കൂടുതലും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. നാലാം പാദം 356 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് ദർശനത്തിനോടായിരിക്കും താല്പര്യം ഉണ്ടാകുക. അതായത് പല കാര്യങ്ങളും കാണാനായിട്ട് ഇഷ്ടപ്പെടുക, സൗന്ദര്യമുള്ള പല കാര്യങ്ങളും അതിനെ ആസ്വദിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും ഇവരുടെ പൊതുവെയുള്ള സ്വഭാവങ്ങൾ. ഈ രേവതി നക്ഷത്രം മീനം രാശി വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശികളാണ്. എന്നാൽ രേവതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലും നാലാം പാദത്തിലും പിറന്ന ആൾക്കാർക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ സ്വാധീനവും, എന്നാൽ രണ്ടാം പാദത്തിലും മൂന്നാം പാദത്തിലും ജനിച്ച ആളുകൾക്ക് ശനിയുടേതായ ഒരു റേഡിയേഷൻസും ഉണ്ടാകുന്ന. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ടാം പാദത്തിലും മൂന്നാം പാദത്തിലും പിറന്ന ആൾക്കാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളും ഒന്ന് താമസിച്ച് സംഭവിക്കുന്ന അവസ്ഥകളും അല്പം വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന ചെറിയ കാര്യങ്ങളുമൊക്കെ ഈ രണ്ട് പാദത്തിൽ പിറന്നവർക്ക് ഉണ്ടാവാം. പല കാര്യങ്ങൾക്കും ഇവർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ ചില അനുഭവങ്ങൾ നമുക്ക് ചിന്തിക്കാം. മാത്രവുമല്ല, മീനം രാശി 2025 എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ, മീനൻ രാശിയിൽ 2025 ജനുവരി 1 എന്ന സമയത്ത് മീനം രാശിയിൽ രാഹുവും ഗുളികനും യോഗം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ജനുവരി 1 സ്റ്റാർട്ടാകുന്നത്, ഉദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം ഈ നക്ഷത്രക്കാർ കഠിനമായ രീതിയിലുള്ള പ്രയത്നങ്ങൾ എടുക്കേണ്ടതായിട്ട് വരിക, ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടേണ്ടതായിട്ട് വരിക, ശരീരത്തിന് ചില അപകടങ്ങളും മുറിവുകളും രോഗങ്ങളും വൈറസ് പോലെയുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെയും നേരിടാനുള്ള സാധ്യതകളൊക്കെയും ഇവർക്ക് 2025 ഉണ്ടാകുമെന്ന്.
അതുപോലെ തന്നെ ഇവരുടെ കാലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ സംഭവിക്കുക, കാല് മുറിയുക, ആക്സിഡൻറ്റ് സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതായ വിഷയങ്ങളൊക്കെയും ഇവർക്ക് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വേണ്ടപ്പെടുന്ന ചില വ്യക്തികളുടെയൊക്കെയും വിയോഗങ്ങൾ ഇവർക്ക് സംഭവിക്കാം. ശിരസ് സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ സംഭവിക്കാം. ഇങ്ങനെയുള്ളതായ ചില വിഷയങ്ങളിലൂടെയൊക്കെ ആയിരിക്കും 2025 ഈ നക്ഷത്രക്കാർ പൊതുവെ കടന്ന് പോകേണ്ടതായിട്ടുള്ളത്. ഇവർക്ക് നല്ല ഫലങ്ങളും നമുക്കുണ്ട്. പൊതുവെ നല്ല ഫലങ്ങളെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ദോഷഫലങ്ങൾക്കാണല്ലോ കൂടുതലും നമ്മൾ ചിന്തിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പായസം കുടിച്ച് സന്തോഷമായിട്ട് മധുരമായിട്ടിരുന്നാലും നമ്മുടെ കാലെന്ന് തട്ടിയാൽ ആ തട്ടിൻ്റെ വേദനയായിരിക്കും നമുക്ക് കൂടുതലായിട്ടും അനുഭവിച്ചറിയുക. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് നമ്മൾ കൂടുതലും വിഷമിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നല്ല സമയങ്ങൾ ഇവർക്കുണ്ട്, പല കാര്യങ്ങളും വരുമെങ്കിൽ പോലും പൊതുവേ ഇത്യാദികളായ ദുരിതങ്ങളിലൂടെ ഇവർ കടന്നു പോകാനുള്ള ഒരു ലക്ഷണം ഈ നക്ഷത്രക്കാർക്ക് 2025 കാലഘട്ടങ്ങളിൽ വരും. പിന്നെ ഇവർക്ക് കാലപുരുഷ തത്വം എന്ന് പറയുന്നത് രേവതി നക്ഷത്രക്കാർക്ക് കാൽപാദങ്ങളിലാണ് രേവതി നക്ഷത്രമുള്ളത്. അപ്പോൾ ആ ലഗ്ന ഭാവത്തിൽ രാഹുവിൻ്റെയും ഗുളികൻ്റെയും യോഗമുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഇവർക്ക് കാലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും വരാൻ സാധ്യതകളുണ്ട്. വയറ്, ഞരമ്പ് ഇത്യാദികളുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ ഇവർക്ക് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ മാതാവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. ഞരമ്പ് സംബന്ധമായിട്ടും വയറ് സംബന്ധമായിട്ടും ഒക്കെ ഉള്ളതായ രോഗദുരിതങ്ങളൊക്കെയും ഇവർക്ക് സംഭവിക്കാവുന്ന. പൊതുവെ ഇവരെ കവിത, വാസ്തുശില്പി, പുരാവസ്തു ഗവേഷണം, ശാസ്ത്രജ്ഞർ, ചില നഗരങ്ങളൊക്കെ നിർമ്മിക്കുക, വാച്ച് മേക്കിങ്, രത്നക്കല്ല്, അതുപോലെ തന്നെ വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ, ഹാസ്യ നടന്, ചിത്രം വര, ഈ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള മേഖലകൾ, അതായത് അന്യ ഭാഷകൾ, ഇതൊക്കെ പഠിക്കുക, പഠിപ്പിക്കുക, അറിയുക, ഭാഷാജ്ഞാനങ്ങൾ ഇതൊക്കെ ഇവർക്കുണ്ടാവും. ചിലവന് ഈ മാന്ത്രികം, താന്ത്രികം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാവുക, പഠിക്കുക, അറിയാൻ ശ്രമിക്കുക, ഇത്യാദികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചില കമ്പനികളുടെയൊക്കെ ഉദ്യോഗം ഉണ്ടാവുക, എഡിറ്റോറിയൽ, എഡിറ്റിങ്, ഇതിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വളരെ വൈദഗ്ധ്യം ഉണ്ടാവും. പത്രങ്ങൾ, അതുപോലെ മതവിശ്വാസങ്ങൾ, ചില കാര്യങ്ങളോടൊക്കെ ചില അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, ഓവർ കോൺഫിഡൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് ബന്ധം ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ശത്രുക്കളുണ്ടാവും. കൂടെ കൂടെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാം. മകം നക്ഷത്രം, പൂരുട്ടായ നക്ഷത്രം, അവിട്ട നക്ഷത്രം, ഈ നക്ഷത്രത്തിൽ പെടുന്ന ആളുകളായിരിക്കും ഇവരെ കൂടുതലും ബുദ്ധിമുട്ടിക്കുക. ഇങ്ങനെയുള്ള നക്ഷത്രക്കാരുമായിട്ടൊക്കെയുള്ള സൗഹൃദങ്ങൾ ഇവർ കഴിവതും ഒഴിവാക്കണം. ഭരണി, തിരുവോണ, ഉത്രട്ടാതി, കാർത്തിക, രോഹിണി, പൂയം, ഈ നക്ഷത്രക്കാരോടുള്ള സൗഹൃദങ്ങൾ ഇവർക്ക് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെ കൊണ്ട് ഇവർക്ക് സഹായങ്ങളൊക്കെയും ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ഇവർ അർദ്ധനാരീശ്വരനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ശിവനും പാർവതിയും അർദ്ധഭാഗമായിട്ടിരിക്കുന്ന ഭാവത്തിലുള്ള രൂപവും, ശിവപാർവതി ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇവർ ദർശനം നടത്തേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ജലവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരോടുള്ള ബന്ധങ്ങൾ, ജലസംബന്ധമായിട്ടുള്ള തൊഴിലുകൾ, കപ്പൽ മേഖലയിലുള്ള ജോലികൾ, ബോട്ട്, കപ്പൽ,
ഇങ്ങനെയൊക്കെയുള്ളതായ മേഖലയൊക്കെയുള്ള ബന്ധങ്ങൾ, ജോലികളൊക്കെ ഉണ്ടാവാൻ സാധ്യതകൾ പൊതുവെ ഉണ്ട്. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് അഗ്നി സിദ്ധാന്തപ്രകാരം ഈ നക്ഷത്രത്തിന് പൊതുവെ ചൊവ്വയുടെ ഒരു ദോഷമുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്വഭാവം ഇവർക്കൊരല്പം പിടിവാശിയും മുൻകോപവും കുറച്ചു ചില കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഇവർക്ക് പൊതുവെ ഉണ്ടാവും. വീട്ടിലുള്ള ആൾക്കാർ തന്നെ, അച്ഛൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരോ അങ്ങനെ കുടുംബ സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് പലപ്പോഴും ശത്രുക്കളോ വിദ്വേഷികളോ അല്ല അവരിൽ നിന്ന് ഗുണമില്ലാത്ത അവസ്ഥകളോ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ചിന്തിക്കാം. ഇവർക്ക് ഈ പച്ചരിയ്, അവൽ തുടങ്ങിയ ഭക്ഷണങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പൂർവജന്മ ദുരിതങ്ങൾ മാറുന്നതിന്, ഈ നക്ഷത്രത്തിലുള്ള ദോഷ റേഡിയേഷൻസ് മാറുന്നതിന് ഇവർ അവിൽ ദാനം ചെയ്യുക, പച്ചരി ദാനം ചെയ്യുക, അല്ലെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ദാനം ചെയ്യുക, ഇതൊക്കെ ഇവർക്ക് നല്ലതാണ്. അപ്പോൾ അവിൽ കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്നതായ പല ഭക്ഷണങ്ങളുണ്ടല്ലോ, പച്ചരി സംബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നദാനങ്ങൾ ചെയ്യുക, ഇതൊക്കെയും നല്ലതാണ്. ഇതൊക്കെയും ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഇവരിതൊക്കെ ചെയ്യണമെന്നുമാണ്. പൂക്കൾ ഒക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഇവർക്ക് ചെമ്പരത്തിപ്പൂവുമായിട്ട് ഈ നക്ഷത്രക്കാർക്കൊരു വല്ലാത്തൊരു റേഡിയേഷൻസ് ഉണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവർ ചെമ്പരത്തിപ്പൂ കൊണ്ട് മാല ചാർത്തുക, ചെമ്പരത്തിപ്പൂ കൊണ്ട് അർച്ചന ചെയ്യുക, ഇതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇവരുടെ കൂടെ എപ്പോഴും മുറിയിൽ ചെമ്പരത്തി പൂവ് പറിച്ച് വെക്കുന്നതും ഇവരുടെ പരിസരത്ത് ചെമ്പരത്തിയൊക്കെ നട്ട് വളർത്തുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇവർ എന്ത് ചെയ്യുമ്പോഴും, വീട്ടിലിരുന്ന് എന്ത് ചെയ്യുമ്പോഴും ഒരു ചെമ്പരത്തി പൂവൊക്കെ പറിച്ച് വെച്ചിട്ട് അടുക്കയിൽ ഉണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ച് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തമാശയ്ക്ക് നമുക്ക് പറയാം ചെമ്പരത്തി പൂ എടുത്ത് ചെവി വെക്കാനാണോ എന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. എന്തായാലും പിന്നെ ഇവർക്ക് വില്വപത്രവുമായിട്ടൊരു ബന്ധമുണ്ട്. വില്വപത്രം എന്ന് പറയുന്നത് കൂവളത്തിൻ്റെ ഇല. അപ്പോൾ കൂവളത്തിൻ്റെ ഇല കൊണ്ട് ക്ഷേത്രത്തിൽ മാല കെട്ടിച്ചാർത്തുക, ക്ഷേത്രത്തിൽ അർച്ചന കഴിക്കുക, കൂവളം സമർപ്പിക്കുക, കൂവളത്തിന് വലത്ത് വെക്കുക, ഇതൊക്കെ ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ഈ വടക്ക് ദിക്കിലും ഇവർക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വടക്ക് ദിക്കിലോട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി യാത്ര ചെയ്യുമ്പോഴേക്കും വടക്ക് ദിക്കിലോട്ട് ഒന്ന് നടന്നിട്ട് പോകുന്നത് നല്ലതാണ്. എന്ത് കാര്യങ്ങളും ചെയ്യുന്ന വടക്ക് ദിക്കിലോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്നതൊക്കെയും ഇവർക്ക് നല്ലതാണ്. പൊതുവേ ഇവരുടെ മൃഗം പെണ്ണാനയാണ് പറയുന്നത്. അതുകൊണ്ട് പൊതുവേ ഇവർക്ക് വണ്ണം വെക്കാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ ഉണ്ടാകും. ഭക്ഷണപ്രിയരുമായിരിക്കും ഇവർ. ഭാവിയിൽ ഈ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ചീർക്കാനുള്ള സാധ്യതകളൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നമുക്ക് പറയാം. അതുകൊണ്ട് ഇവർക്ക് സുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. 4 മുഖമുള്ള രുദ്രാക്ഷം സൂക്ഷിക്കുന്നതും രുദ്രാക്ഷമാല ധരിക്കുന്നതും ഒക്കെ ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് ഈ ഇടത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടൊക്കെ ഇവർ വളരെയേറെ സൂക്ഷിക്കണം. അപ്പോൾ ഇടത്തെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പൊതുവെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം നമ്മുടെ റൂട്ട് ശരിയല്ല, ഞാൻ തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള മേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഇവർക്കുണ്ടാവും. അങ്ങനെ റേഡിയേഷൻസ് ഇവർക്കുള്ളത് കൊണ്ട് എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് പൊതുവെ വരാം. പിന്നെ കൂടെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള അപകടങ്ങൾ വരും. അത് രോഗമാകാം, ആക്സിഡൻ്റ് ആകാം, മുറിവാകാം, ചതവാകാം. അങ്ങനെ കൂടെ പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഒന്നിനു പുറമെന്നായിട്ട് ഇവർക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചില അണ്ടർഗ്രൗണ്ടുകളിൽ താമസിക്കേണ്ടതായിട്ട് വരിക. ചില ആളുകളെയൊക്കെ പേടിച്ച് ഭയപ്പെട്ട് ഒക്കെ മാറി നിൽക്കുക. എന്തെങ്കിലും അടിപിടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്ഥലത്തുനിന്ന് മാറി നിൽക്കുക.
കുറച്ച് നാൾ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. 2025 അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ചില വഴക്കുകൾ, യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെടുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് വരും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അവിടുന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വരിക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊക്കെ പറയാം. അതുപോലെ ചില വിഷജന്തുക്കളിൽ നിന്നുള്ള ഭയങ്ങൾ, ചില പ്രാണികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് പോയ്സൺ പോലെയുള്ള ചില വിഷമ സ്ഥിതികളൊക്കെ ഇവർക്ക് വരാം. പിന്നെ ഈ റെയിൽ പാളവുമായിട്ടുള്ള കണക്ഷൻസ് ഇവർക്കുണ്ടാവും. അപ്പോൾ ഇവർ ജനിക്കുന്ന ആ മേഖലയിലോ താമസിക്കുന്ന മേഖലയിലോ ഒക്കെ ഈ റെയിൽ പാളങ്ങൾ, ട്രെയിൻ പോകുന്ന മേഖലകൾ, അതിൻ്റെ പരിസരങ്ങൾ, ഇവരുടെ താമസിക്കുന്നതിന് 1 കിലോമീറ്ററിനകത്ത് ട്രെയിനോ ഒക്കെ സഞ്ചരിക്കാവുന്ന ചില സാധ്യതകളോ ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഇവർ എപ്പോഴെങ്കിലും താമസിക്കുകയൊക്കെ ചെയ്യും എന്നുള്ള ഒരു കണക്ഷൻസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് പറയാം. അതുപോലെ ഇവരുടെ വീടിൻ്റെയൊക്കെ ഏതെങ്കിലും മേഖലകളിൽ 1 കിലോമീറ്ററിനകത്തൊക്കെയും കാവുകളോ, വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയും കാവുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. പിന്നെ ഇവർക്ക് കൂടെ ഈ BP സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ കൂടെ വരാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് തലകറക്കം ഉണ്ടാവുക, തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് കൂടെ വരും. പിന്നെ ഈ കാൽനഖത്തിന് തകരാറ് സംഭവിക്കുക, കാൽനഖത്തിന് കുഴിനഖം സംഭവിക്കുക, കാലിൻ്റെ നഖങ്ങൾ മുറിയുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെയും ഇവർക്ക് വരാവുന്ന. പിന്നെ കഴിവതും ഇവർ പഴി കേൾക്കും. കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് കൃത്യമായ രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചതിച്ചു നീ എന്നെ ചതിച്ചു എന്നൊക്കെയും നമ്മൾ പഴി കേൾക്കാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പിന്നെ എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ചില പ്ലാനിങ് ഇവർക്കുണ്ടായി, എനിക്ക് അത് ചെയ്യാം, നാളെ ഞാൻ ഇത് ചെയ്യാം, ഇത് ചെയ്താൽ എനിക്ക് നന്നായിരിക്കും, അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ. പിന്നെ കൂടെ ഇവർക്ക് എന്തെങ്കിലും വിഷാദ രോഗങ്ങളുണ്ട്, എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവരിലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നും നമുക്ക് പറയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നാണക്കേടുകൾ ഇവരുണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ കൊണ്ട് ആൾക്കാർ ഇവരെ പഴിക്കുക, ചില അപകർഷതാബോധങ്ങൾ, ഇതൊക്കെയും ഇവർക്ക് പൊതുവെ ഉണ്ടാകാവുന്ന ഇവിടെയും കാണുന്നുണ്ട്. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ രാഹു കർമ്മം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ കഴിവതും നാട് വിട്ടായിരിക്കും ജോലി ചെയ്യാൻ സാധ്യതകൾ. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ ഗുണങ്ങൾ കാണില്ല. ഇവർ പുറത്ത് ഒക്കെയും പോയി ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാതെ എപ്പോഴും പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവെ. വീടുമായിട്ട് പെട്ടെന്ന് വീട്ടിൽ വന്നു പോകുന്ന ജോലികളായിരിക്കില്ല ഇവർക്ക് പൊതുവെ വരാവുന്നതുള്ളത്. എപ്പോഴും ഒരു വീടുമായിട്ടൊന്ന് അകന്ന് നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകളായിരിക്കും ഇവർക്ക് പൊതുവെ നമുക്ക് പറയാവുന്നുള്ളത്. അതുപോലെ തന്നെ 2025 ഈ നക്ഷത്രക്കാർക്ക് വിദേശ യോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അറബി നാടുകളിലൊക്കെയും പോയി ജോലി ചെയ്യാനുള്ള സാധ്യതകളൊക്കെയും 2025 രേവ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. മാത്രമല്ല ഇപ്പം ലഗ്നത്തിൽ രാഹു നിൽക്കുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഭൂരിപക്ഷം ഒരു 90% വരെയും അവർ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് രാഹു കർമ്മങ്ങൾ ഇവർക്കുള്ളത് കൊണ്ട് തന്നെ കഴിവതും നാഗക്ഷേത്രങ്ങളിൽ പൂജകൾ വഴിപാടൊക്കെ കഴിക്കുന്ന ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് കഴിവതും ഈ ആത്മഹത്യാശ്രമങ്ങളൊക്കെയും പൊതുവെ ഉണ്ടാവും. ഈ കളിക്ക് ആത്മഹത്യ കാണിക്കാമെന്നൊക്കെ പറയത്തില്ലേ. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും ചില ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോൾ കെട്ടിത്തൊങ്ങിച്ചാവും, ഞാനിപ്പോൾ ചാകാൻ പോവാണ്, ഇങ്ങനെയൊക്കെ തമാശ പോലെയൊക്കെ കാണിച്ചിട്ട് അത് ഇവർക്ക് തന്നെ പാരയായിട്ട് തീരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കസേര കയറി നിന്നിട്ട് കഴുത്തി മുറുക്കിട്ടായിരിക്കും പേടിപ്പിക്കാൻ കാണിക്കുന്നത്. ചിലപ്പോൾ അബദ്ധവശാൽ തട്ടിയായിരിക്കും കസേര മറിഞ്ഞു വീഴുന്നത്. അങ്ങനെ ഇവർക്ക് പല അപകടങ്ങളൊക്കെയും സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്കൊക്കെയും അബദ്ധങ്ങളിലൂടെ ആയുസ്സിന് തന്നെ ദോഷങ്ങൾ സംഭവിക്കാവുന്ന നക്ഷത്രക്കാരാണ്. അതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാർ. അപ്പോൾ അതൊക്കെയും ഈ നക്ഷത്രക്കാർ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു സൂചന നമുക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖാന്തരം ഇവർക്ക് നാണക്കേടുണ്ടാവും. ഇത് പല സ്ത്രീകളത് ചിലപ്പോൾ മാതാവാകാം, ഭാര്യയാകാം, അടുത്ത സ്ത്രീ സുഹൃത്തുക്കളാകാം,
കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളാകാം. ഇങ്ങനെയുള്ള സ്ത്രീകൾ മുഖേനയൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നാണക്കേടുകളോ ജാള്യതയോ ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ ഏതായാലും സഹോദരനെ പോലെ കാണുകയോ അല്ല സഹോദര തുല്യരായിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ആളുകളൊക്കെ ചില ആത്മഹത്യയൊക്കെ ചെയ്തിട്ടൊക്കെയുള്ള റേഡിയേഷൻസ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടാകണം. ഇവരുടെ DNA-യിൽ ഇങ്ങനെയുള്ളതായ ഒരു ടെൻഡൻസി ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ വരാൻ സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളൊന്ന് രേവതി നക്ഷത്രക്കാരെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അത് ഇവർക്ക് ചില ഒരു അഹംബുദ്ധി ഉണ്ടാവും. ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സ്വഭാവം, ഞാനെന്ന ഒരു ഭാവം, ഞാൻ എന്തോ ആണ് എന്നൊക്കെയുള്ള ഒരു സ്വഭാവം, ഒരു അഹങ്കാര ബുദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പറയാം. അതുപോലെ ചില ഇവർ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഇവർക്ക് അടിയുറച്ച് അവർ വിശ്വസിക്കുകയും എനിക്കത് ചെയ്യാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിലും അവരത് ചെയ്യാനായിട്ട് ശ്രമിക്കും. കഴിവതും അതിനകത്തൊക്കെ അവർ വിജയിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതുപോലെ മൾട്ടി ടാലൻ്റ് ആയിരിക്കും. പല കാര്യങ്ങൾ ഇവർക്ക് അറിവുണ്ടായിരിക്കുന്നതാണ്. ഒരു കാര്യങ്ങളല്ല, പല മേഖലകൾ ഇവർ പഠിക്കും. പഠിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയായിരിക്കും. എല്ലാ കാര്യങ്ങളും അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് പൊതുവെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവർക്ക് കഴിവതും ആരെയും വേദനിപ്പിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരിക്കത്തില്ല. നേരിട്ട് വേദനിപ്പിക്കാനായിട്ട് ഇവർ താല്പര്യപ്പെടത്തില്ല. പക്ഷേ ഇവർ വേദനിപ്പിക്കും. അവർ പോയി കഴിയുമ്പോൾ അവരെപ്പറ്റി അത് പറയും, ഇത് പറയും, അല്ലെ അവർക്ക് പണി കൊടുക്കാവുന്നതൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെറിയ ഒരു ദോഷ സ്വഭാവവും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവർ കഴിവ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ജോലിയൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതിലൊക്കെ ഇവർക്ക് വലിയ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. കാശൊക്കെ ഇട്ട് കളിച്ചിട്ട് കാശൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ ഇവർ ഒരു കാരണവശാലും പോകരുത്. പിന്നെ ആത്മാർത്ഥത ഉണ്ടാവുകയും ചെയ്യും. ആത്മാർത്ഥത കുറവും ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും. ചില കാര്യങ്ങളിൽ വലിയ ആത്മാർത്ഥതയായിരിക്കും. അതുപോലെ തന്നെ ഒരു ആത്മാർത്ഥതയും ചിലപ്പോൾ ഇവർക്ക് കാണത്തുമില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇവരുടെ പേര് കൂടാതെ മറ്റൊരു പേരൂടെ ചിലപ്പോൾ കാണാം. വീട്ടിൽ എന്തെങ്കിലും പേര് വിളിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇരട്ട പേരിൽ അറിയപ്പെടുക, ഇങ്ങനെ പൊതുവെ ഒരു ചെറിയ ടെൻഡൻസികൾ കാണാം. പിന്നെ ഇവർ റിസർച്ച് സ്വഭാവം ഇവർക്ക് വളരെ കൂടുതലാണ്. പല കാര്യങ്ങളെപ്പറ്റി ഇവർ റിസർച്ച് ചെയ്യും. ശാസ്ത്രജ്ഞന്മാരാവുക, പല കാര്യങ്ങളും കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ രണ്ട് കാര്യങ്ങളുണ്ടാവുക. അതായത് രണ്ട് കല്യാണം കഴിക്കാനുള്ള സാധ്യതകൾ. രണ്ട് കല്യാണം കഴിച്ചാൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ട് പിന്നെ രണ്ടാമത്തെ കല്യാണം കഴിക്കുക. അതല്ലെങ്കിൽ രണ്ട് കണക്ഷൻസ് ഉണ്ടാവുക. പല രീതിയിൽ ഒന്ന് പ്രേമമാകാം, ഒന്ന് മാരേജ് ആകാം. അങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് പറയാം. എല്ലാവർക്കും കാണണമെന്നില്ല. അതൊക്കെ അവരുടെ ജാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പൊതുവെ ഈ നക്ഷത്രത്തെ ബേസിക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഇവർക്ക് കാണുന്നുണ്ട്. രണ്ട് കണക്ഷൻസ് ഇവർക്ക് ഉണ്ടാകും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ദുർമരണങ്ങൾ, ഈ അച്ഛൻ്റെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ദുർമരണങ്ങളോ വല്ലതും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇവർ ഈ കാവ്, അമ്പലം, പള്ളി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അമ്പലം പണിയുക, അല്ലെങ്കിൽ പള്ളി പണിയുക, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്യാദികളൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചു കൊടുക്കുക, എന്തെങ്കിലും സമർപ്പിക്കുക, അല്ലെങ്കിൽ ഇവരുടേതായ പേരിൽ ഒക്കെയും ചില കാര്യങ്ങളുണ്ടാകും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചുമ്പോൾ ഇന്നയാളുടെ വക ഇത് സമർപ്പിച്ചിരിക്കുന്നു, കൊടിമരം ഇന്നയാളുടെ വക സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. പിന്നെ ഈ കൃഷികളിലൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. ഭാവിയിലൊക്കെ ആണെങ്കിൽ ഇവർക്കൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും തോട്ടങ്ങളോ പൂന്തോട്ടങ്ങളോ കൃഷി ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് പൊതുവെ ഉണ്ടാകുന്നുള്ളതാണ്.
കഴിവതും ഇവർ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. ഇവർ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ജോലി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർക്ക് പണി കിട്ടിയിരിക്കും. അത് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ആ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് ഇവർക്ക് ദോഷം ഭവിക്കും എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് പറയാം. പിന്നെ പൊതുവെ ഒരു ദൈവഭയം ഇവർക്കുണ്ടാകും. അത് ചെയ്താൽ ദൈവം കോപിക്കും എന്നൊക്കെ പറയുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഇവർക്ക് പൊതുവെ ഒരു പേടി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ സവിശേഷത ഇവിടെ കാണുന്നു. പിന്നെ ചിലപ്പം ചില സംസാരങ്ങൾ ഇവർക്ക് പിഴയ്ക്കും. നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടിടത്ത് അത് പറയത്തില്ല, അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്തിടത്ത് അത് പറയും. അങ്ങനെ സംസാരം ഇവർക്ക് പിഴയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അത് പറയണം, ആ സമയത്ത് അവർ പറയത്തില്ല. എന്നാൽ പറയേണ്ടാത്തിടത്ത് പറയേണ്ടാത്ത കാര്യങ്ങൾ ഇവർ പറയുകയും ചെയ്യും. അത് ഇവരുടെ ഒരു നെഗറ്റീവാണ്. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവെ നല്ലതായിരിക്കും. പിന്നെ കഴിവതും ഇവർക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. തൻ്റെ അധ്വാനം കൊണ്ടായിരിക്കും ഇവർ കഴിവതും കയറി വരിക. പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. തന്നെ ഉപദ്രവിച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും അത് തിരിച്ച് അതിൻ്റേതായ രീതിയിൽ ഉപദ്രവിക്കാനുള്ളൊരു ടെൻഡൻസി ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടാകും. അതായത് ക്ഷമിച്ചു വിടുന്ന ഒരു സ്വഭാവം പൊതുവെ അല്പം കുറവായിരിക്കുമെന്ന് സാരം. അത് ചിലപ്പോൾ അവർ മിണ്ടണമെന്നില്ല, അത് വേറൊരു രീതിയിൽ വേറെ ഒരു മേഖലയിലൂടെ ഇവർ ബുദ്ധിപരമായ രീതിയിലായിരിക്കും അവർക്ക് തിരിച്ച് പണി കൊടുക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങളോടും കുട്ടികളോടൊക്കെ ഇവർക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. പിന്നെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും ആത്മീയ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലുമൊക്കെ കാണാം. അതായത് DNA ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ടാകും. അച്ഛൻ്റെയോ അമ്മയുടെയോ വീട്ടിലോ അങ്ങനെ മുത്തശ്ശിയോ മുത്തശ്ശനോ ആ വഴിക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ദൈവസിദ്ധിയോ ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ പൊതുവേ ഈ മദ്യം കുടിക്കാൻ പൊതുവെ താല്പര്യമുള്ള ആളുകളാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഇവർക്ക് നല്ലത്. ആരോഗ്യമേഖലകളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതകളുണ്ട്. മദ്യം കഴിക്കാനൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരാണ്. പിന്നെ ഇവർക്ക് ഒരു സംശയ രോഗങ്ങളുണ്ടാവും, എല്ലാത്തിനും ഒരു സംശയം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ഇവരോട് കള്ളം പറഞ്ഞാൽ അതവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് കഴിവതും ഇവരോട് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കും. അല്ലാതെ ഇവരോട് ഞാനിപ്പം ഇന്ന സ്ഥലത്ത് പോയി, എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേറെ സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അറിയും ഇന്ന സ്ഥലത്തായിരിക്കുമെന്ന്. അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരോട് കഴിവതും സത്യം പറയുക, കള്ളം പറയാതിരിക്കുക. പിന്നെ ചില മോഡിഫിക്കേഷനൊക്കെ പൊതുവെ ഇഷ്ടമായിരിക്കും. കാത് കുത്താനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. കാത് കുത്തുക, ആഭരണങ്ങളൊക്കെ ഇഷ്ടടക്കാനായിട്ടൊക്കെ ഇവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഈ മരുന്ന് കഴിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ മെഡിസിൻസുകളെ ഇവർ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരും. കൂടെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇവർ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ ഇവർക്ക് വണ്ടികളൊക്കെ ഉണ്ടാവും. അത് ഈ വലിയ വണ്ടികളോടായിരിക്കും ഇവർ കൂടുതൽ താല്പര്യം. ചെറിയ വണ്ടികളെക്കാളും കൂടുതൽ കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുള്ള വണ്ടികൾ വാങ്ങിക്കുക, വലിയ വീടുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് പൊതുവെ സംഭവിക്കാവുന്നത്. ഏതായാലും 2025 വർഷം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളാൽ ഒന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ജോലി സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വിദേശ ഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ഗുണങ്ങളുണ്ടാവും. മാതാവിന് എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുണ്ടാകും. കുടുംബ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെയും കാണുന്നു. എന്നാൽ സാമ്പത്തിക മേഖലയൊക്കെ ഇവർ പൊതുവെ ശോഭിക്കുമെന്ന് 2025 സാമ്പത്തികപരമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നേട്ടങ്ങളൊക്കെയും ഈ നക്ഷത്രക്കാർ കൈവരിക്കുമെന്ന്. രോഗദുരിതങ്ങളെ കാര്യമായ രീതിയിൽ 2025 കാലഘട്ടം ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. എല്ലാ ആൾക്കാർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.